സ്തുതിഗീതത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു മനസാലുപേക്ഷിച്ച്. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ ചേട്ടൻ്റെ മതസംസ്കാരത്തിൽ നമുക്ക് പങ്കുചേരാം. ഈ നാടിന് വടവകയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കുര്യാക്കോസ് ചേട്ടൻ. ഈ വഴിയമ്പലം പ്രദേശത്ത് കുര്യാക്കോസ് ചേട്ടനെ അറിയാത്തവരായിട്ട് ആരുമില്ല. വൈകുന്നേരങ്ങളിൽ എല്ലാവരുമായിട്ട് സംഭാഷണം നടത്തി സ്നേഹ സംഭാഷണത്തിൽ ആയിരിക്കുന്ന കുര്യാക്കോസ് ചേട്ടനെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ആരോടും മാറി നിൽക്കാതെ എല്ലാവരോടും സംസാരിക്കുന്ന, എല്ലാവരുടെ വിശേഷങ്ങൾ തിരിയുന്ന കുര്യാക്കോസ് ചേട്ടൻ അതിലേറെ ഒരു വിശ്വാസിയായിരുന്നു. ആരോഗ്യമുള്ളപ്പോഴെല്ലാം ദേവാലയത്തിൽ വരുവാൻ ഒരുപാട് ആഗ്രഹം. അതിനും വലിയൊരു ആഗ്രഹമായിരുന്നു. പലപ്പോഴും തമാശയ്ക്കാണെങ്കിൽ പോലും പറയും, ഈ പള്ളിപ്പണി കഴിഞ്ഞിട്ട് തമ്പുരാൻ എടുത്താൽ മതിയായിരുന്നു. തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അതിനുള്ള വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിന് നൽകി. അത്തരം തമ്പുരാൻ ഇഷ്ടപ്പെടുന്നു, അത്രമാത്രം വിശ്വാസത്തിൽ ജീവിക്കുന്നു, മക്കളെ വിശ്വാസത്തിൽ ദൈവത്തിന് ഘടിപ്പിക്കുന്നു. ഈ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിലകൊള്ളുവാനും സാധിച്ചു. ഈ വേളയിൽ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിൽ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം, തമ്പുരാനെ സമർപ്പിക്കാം. നൽകപ്പെട്ട എല്ലാ നന്മകളും ഈ കുടുംബത്തിലെ മക്കൾക്കും ഈ നാടിനും ഇടവകയ്ക്കും നൽകപ്പെട്ട എല്ലാ നന്മകളെ നന്ദിയോടുകൂടെ ഓർക്കാം. ആ നന്മകളിലൂടെ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപഘടകങ്ങളും ക്ഷമിക്കപ്പെടുവാനായിട്ട് തമ്പുരാന്റെ കൃപയാൽ നമുക്കൊന്ന് ചേർന്നും എന്നുള്ള സംസ്കാര സുരക്ഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പനിനീർ വഞ്ചിരിപ്പ് അനുദപിക്കുന്ന പാപികൾ നിത്യസങ്കേതമായ ദൈവം ഞങ്ങളെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണം.
ഈ ജനത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദന തിരുവഞ്ചിരിപ്പ്, സുഗന്ധ ദ്രവ്യങ്ങൾ, പരിമള സസ്യങ്ങൾ നാഥനായ ദൈവവും അവരുടെ ബഹുമാനത്തിനും പാപമോചനത്തിനുമായി ഈ ചന്ദനതിരികൾ ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞാൻ ആരാധിക്കുകയും ആരുണത്തെ പുകഴ്ത്തുകയും മഹനീയമായും നിരന്തര കൂട്ടമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന് നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചത് ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചത് ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മഴയിൽ നിന്നാതെ പ്രദർശിച്ചവനും അയാളുടെ സന്താനങ്ങളെ സുത്താനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന് നാഥനുമാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർബലാവിശിലാം കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ സഹസ്രവരുമൻ അരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുണുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനായ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോ രക്ഷനാകും. മർത്യതയേവം സകലേശൻ നൂതനമാക്കുന്നു. ചെറുകവിടത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ വിശുകാരാജനെടുന്നള്ളും. പരിശുദ്ധന്മാർ അണിയണിയ എതിരേൽപ്പിന്നു നിറഞ്ഞിടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം
എൻ്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയതുള്ള കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഇത് ജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം പൂട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന്റെ നിത്യാന്തത്തിന്റെ തുറമുഖത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. കരുണാനുഗ്രഹത്തിന്റെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദുരന്തനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന് അതിന് പിതാമുത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മരണം
വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ നീ എന്തിന് കരയുന്നു, വ്യാകുല മാനസന എന്തിന് നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറൻ ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാവമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു, സാത്താ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനായി നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യ ആനന്ദത്തിലേക്ക് ദൈവം ഈ സഹോദരനെ പ്രവേശിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, ഉടനെ തന്നെ നമ്മൾ വിലാപ യാത്രയായിട്ട് ദേവാലയ പ്രാർത്ഥനകളിലേക്കായിട്ട് കടന്നു ചെല്ലുന്നു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 20 പേർക്കാണ് അതിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം. അതനുസരിച്ച് സാഹചര്യങ്ങളനുസരിച്ച് നിങ്ങൾ പങ്കെടുക്കുക. നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് കുര്യാക്കോസ് ചേട്ടന് വേണ്ടി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 7 തിരുകർമ്മങ്ങൾ വരുന്ന തിങ്കളാഴ്ച 14-ാം തീയതി 10:30 വിശുദ്ധ ബലിയോടുകൂടെ സെന്റ് ജോസഫ് കയ്പമംഗലം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഇത് അറിയിപ്പായി സ്വീകരിച്ച് എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും തുടർന്നുള്ള വിലാപയാത്രയിലും ദേവാലയ പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ട് കുര്യാക്കോസിന്റെ നന്മകളെ ഓർത്തുകൊണ്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാനായിട്ട് തമ്പുരാന്റെ തിരുസന്നതയിൽ കുടുംബാംഗങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവൻ നാം കടന്നു പോകുന്നു. ശാശ്വതഭാഗ്യം നൽകരുളിടാൻ കഴിവില്ലാത്തോൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ പള്ളിയിലേക്കുള്ളവര് മുന്നിലേക്ക് കടന്നു ചെല്ലാട്ടെ. നിങ്ങളെ
ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ. ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്. ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ. ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു. സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു.
സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ. ദുഃഖമില്ലവിടെ, ദുരിതമില്ലവിടെ, ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. നിങ്ങളെ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടു പോവുകില്ല. പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും, സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുതേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ, ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. സമാധാനം സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ സാധിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെയും നല്ലവർക്ക് സ്വഭാഗ്യം ചെയ്യുമ്പോൾ തൻ്റെ തൻ്റെ മാതാവായ കന്യാമറിയത്തിലെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്നെ വലത്തുവാസം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിവാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം സംരക്ഷിക്കുകയും ചെയ്യണം. സ്വന്താനം പ്രതീക്ഷിച്ചു കഴിഞ്ഞ് മരിച്ചവർ ഉയർപ്പിക്കണം. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന് മുകളിൽ രാജാവുമാകും ജീവന്റെ മരണത്തിന് നാഥൻ പിതാപുത്രം പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ കർത്താവിന്റെ പൈതൃകമായ പരിപാലനങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വം അണിയിക്കും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ഷിയും. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ പ്രഭാവനം ചൊരിയുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതത്തിനിടയിൽ ഓർത്തോർത്തിരിയും നൈരാശ്യമുടെ നദിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും താരമാദം ആകാശത്തിൻ സീമകളെല്ലാം തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾ ഇനിയും കഴിവില്ലേറും. സ്ത്രീ പുരുഷന്മാർ സ്വർഗം തന്നിൽ മോദർഗണത്തെ ഹൃദയുടെ മുടുത കോട്ടകളെല്ലാം തട്ടി നിരത്തി നാടൻ നവമായുത്താനത്തിൽ സ്വർഗമണഞ്ഞോ രജസുഖനിലയും വരുമീതരയിൽ ദൂതന്മാരും കരമേൽ നരരും അക്ഷമരായി ആകാശത്തിൻ അണിവാതിൽക്ക് നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോ ഞങ്ങളുടെ ഇറങ്ങട്ടെ. സമലങ്കരായി വരുവിൻ വരുവിൻ
കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നിന്റെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ശിക്ഷയ്ക്കവനും മരണത്തിനാക്കുകയും ചെയ്യുന്ന ദൈവമായി നിന്റെ വിശുദ്ധമായ വിശ്രമം കൊള്ളുന്നൊക്കെ പറടാം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മോഹദിസ്യ അത്മുദ്രിതവും പരിശുദ്ധ കുർബാന പരിമിഷ്ടവും വിശുദ്ധ ഇനത്താൽ അഭിഷിക്തമായ ശരീരത്തിന് നിന്റെ ദീപത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറട നീ പൗത്രീകരിക്കണമേ. ജീവമരണത്തിന്റെ നാഥനും നിത്യമിതാമ്പത്തനും പരിശുദ്ധാത്മമായ സർവേശ്വര നിന്നെ തളിക്കുക ഞാൻ നിർമ്മലനാകും. വെൺമുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസംഗനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അവനിക്ക് പുറത്ത് കൊടുത്തോളം വിശുദ്ധീകരിച്ച കർത്താവിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോട് കൂടെ സ്വർഗത്തിന് സ്തുതിക്കുവാൻ ഒരു യോഗ്യനാക്കണമേ. ജീവമരണത്തിന് നാഥനും നിത്യമിതാപുത്രനും പരിശുദ്ധാത്മമായ സർവേശ്വര ആരാധിക്കുമ്പോൾ ചെയ്യുന്ന ജീവന്റെ മരണത്തിന് നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമതാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജന് ഭാഗ്യം. മറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമോട് കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യന് ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നിത് കേൾക്കും മനുഷ്യന് ഭാഗ്യം. ദൈവം എന്റെ പാപങ്ങൾ കഴുകിക്കളയണം, മരിച്ചുയർപ്പിക്കുന്നവന് തിരുനാമത്തിന് സ്തുതി. പാപങ്ങൾ കഴുകിക്കളയാൻ എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. പാപം ചെയ്തു പോയി നിന്റെ സന്നദ്ധീയ തിരുമകൾ പ്രവർത്തിച്ചു. സ്തുതി. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവം ജീവദായകമായിട്ടുള്ള ജലാസനം ഉറപ്പിച്ച കർത്താവാ ശബ്ദമഹനീയമായ നീതിപതിയുടെ ദിവസത്തിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവന് കരുണ നിറഞ്ഞവൻ നീതിമാനമ വിധി കർത്താവ് ശിവന്റെ മരണത്തിന് നാഥനും പിതാവും ഉത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണം. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ശിവന്റെ മരണത്തിന്റെ നാഥനും പിതാവും ഉത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാപന പ്രാർത്ഥന. സകലത്തിന്റെയും നാഥനാദിയും തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കർഷമായ ഉയർപ്പ് മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തിലേക്ക് ദൈവത്തെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മതി ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും
ഈ വ്രത സംസ്കാരത്തിൽ സഹകരിച്ച് ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരണത്തിൽ നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജനസ്പല്യപാഠത്തിനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ കുര്യാക്കോസിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അന്തിമ ചുംബനം നൽകപ്പെടുന്ന സമയമാണ്. ഈ സമയം അടുത്ത കുടുംബാംഗങ്ങൾ കടന്നു വന്ന് അന്തിമ ചുംബനം നൽകിക്കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, തന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് എന്നെ നിർത്തണമേ. അബ്രാമിൻ യാത്രയിൽ കൂടെയിരുന്നവൻ അവകാശം നൽകിയോ കൂടെയുണ്ട്. മിഥ്യാനിൽ മോശയ്ക്ക് സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. ലോകവും അതിലെ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതം ആഗ്രഹിക്കുന്നവൻ ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുൻപാകെ എന്റെ കണക്കുകൾ ബോധിപ്പിക്കുവാൻ പോകുന്നു. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീ കണ്ടവനെന്നോടു കൂടെയുണ്ട്. സ്വർഗീയമന്നായെ കൊണ്ടു തൻ ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. പ്രിയപ്പെട്ടവരേ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഈ ലോകമായയിൽ പെട്ടുവലഞ്ഞു ഞാൻ, മേലോകവാഴ്ചയിൽ ദുരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ. ഞാൻ വസിച്ച ഭവനത്തോടും ഞാൻ ജീവിച്ച സമൂഹത്തോടും എന്റെ ബന്ധുമിത്രാദികളോടും എന്റെ സഹോദരീ സഹോദരങ്ങളോടും ഞാനിതാ യാത്ര ചോദിക്കുന്നു. യഹോവ എനിക്കായി ഒരുക്കിയ ആ ഭവനത്തിലേക്കു ഞാനിതാ യാത്രയാകുന്നു. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോട് തുറങ്ങുവാൻ സ്വർഗത്തിലെ മാലാഖമാർ എന്നെ മാടി വിളിക്കുന്നു. എല്ലാ സാമർത്ഥ്യവും പുല്ലിൻ്റെ പൂ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലുപോലെ, മർത്യന്റെ ദേഹത്തിൽ എന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. നീ സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ
മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? ആ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും. ആ വീട്ടിൽ മൃത്യുവിൻ ഇല്ലോർ വഴി. 10,000 കോടി ദൂതന്മാരും മധ്യേ ഞാൻ കർത്താവേശുവിൻ കൂടെ വാഴും. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജി. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജി.